Hello guys, welcome back to the channel. ഇന്ന് നമുക്ക് സി പ്രോഗ്രാമിങ്ങിലെ വാരിയബിൾസ് എങ്ങനെ ഡിക്ലെയർ ചെയ്യാം എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിന്റ് എഫ് വെച്ചിട്ട് ജസ്റ്റ് വാല്യൂസ് ഹലോ വേൾഡ് നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വാരിയബിൾസ് എങ്ങനെ ഡിക്ലെയർ ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, സോ സി പ്രോഗ്രാമിംഗ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഇൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ ടൈപ്പാണ്. നമുക്ക് ജസ്റ്റ് ഇൻറ്റ് വെച്ചിട്ടുള്ള തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വാരിയബിൾ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഡിക്ലറേഷൻ പാർട്ട്. ഓക്കെ, ഒരു വാല്യൂ നമുക്ക് എങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ ചോദിച്ചാൽ ഇൻറ്റ് ഐ, എന്നിട്ട് നമ്മളത് സെമി കോളം കൊടുക്കണം. സി പ്രോഗ്രാമിലേക്ക് നമ്മളത് ജസ്റ്റ് സെമി കോളം കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തു ഇൻറ്റ് ഐ എന്ന് പറഞ്ഞുള്ള വാല്യൂ നമ്മൾ ഡിക്ലെയർ ചെയ്യും. ഈ വാല്യൂവിലേക്ക് എനിക്ക് ഈ വേരിയബിൾ ഇതിൽ നമ്മൾ ഒരു വേരിയബിൾ എന്ന് പറയും, ഇൻറ്റ് ഐ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ. ഈ വേരിയബിളിലോട്ട് എനിക്ക് വാല്യൂ അസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എന്ന് പറയുന്നത് വാല്യൂ അസൈൻ ചെയ്യണം. ഓക്കെ, അത് നമുക്ക് ഇനീഷ്യലൈസേഷൻ എന്നും പറയാം. ഓക്കെ, ഐ ഈക്വൽ ടു 10 നമുക്ക് പറയാം, ഓർ 100. ഓക്കെ, ഇൻറ്റ് ഐ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വാല്യൂ ഡിക്ലെയർ ചെയ്തു. ആ ഇന്നിലോട്ട് നമ്മൾ ഒരു വാല്യൂ അസൈൻ ചെയ്തു. ഓക്കെ, 100 കൊണ്ട്. ഇനി അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം printf. ഇത് വന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കാം, ഐ എന്ന് പറഞ്ഞു കൊടുക്കാം. സെമി കോളം കൊടുക്കുക. ഒന്ന് ബിൽഡ് ചെയ്യാം. അപ്പോൾ കണ്ടോ, നമുക്കൊരു എറർ കിട്ടി. എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് റണ്ണാക്കാൻ കഴിയില്ല. printf നമുക്ക് എന്ത് വേണം, printf-ന് നമുക്ക് ഇതിന്റെ ഫോർമാറ്റ് സ്ട്രിങ്, ഇത് എന്ത് ടൈപ്പാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ തന്നെ ഡബിൾ കോഡ് കൊടുത്തിട്ട് ഒരു കോമ കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇൻറ്റ് ഐ ഈക്വൽ ടു 100 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഐ ആണ് നമ്മളിവിടെ പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സിസ്റ്റത്തിന് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ നിന്ന് പെർസെൻറ്റേജ് ഐ എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇൻറ്റിജർ വാല്യൂകളൊക്കെ നമുക്ക് തന്നെ പ്രിന്റ് ഫോർമാറ്റിൽ ചെക്ക് ചെയ്യുന്നതിന് ഐ കൊടുക്കാം, അല്ലെങ്കിൽ ഡിയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ഐ എന്ന് പറഞ്ഞു കൊടുത്തു. നമുക്കൊന്ന് ബിൽഡ് ചെയ്യാം. അതല്ല, നമുക്കൊന്ന് റൺ ചെയ്യാം. ഹൺഡ്രഡ് എന്ന് പറഞ്ഞ വാല്യൂ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് പറയണം എന്ത് വേണം, നമുക്കിതിനെ the value of I equal to
നമുക്ക് ആ വാല്യൂ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇങ്ങനൊരു മെസ്സേജ് വെച്ചിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യിക്കണം. ഓക്കെ, നമുക്കൊന്നുകൂടി ബിൽഡ് ചെയ്യാം, റൺ ചെയ്യാം. ഇനി ഇപ്പുറത്ത് കാണുന്ന ബട്ടൺ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, ബിൽഡ് ആൻഡ് റൺ. നമുക്കത് ക്ലിക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പൊ കണ്ടോ, ദ വാല്യൂ ഓഫ് I ഈക്വൽ ടു 100 പ്രിന്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തത്? ഇവിടെ ഫസ്റ്റ് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ആ ഡിക്ലറേഷൻ പാർട്ട് ഇൻറ്റു I അത് ഡിക്ലെയർ ചെയ്തു. ഇനി അതിലേക്ക് വാല്യൂ അസൈൻ ചെയ്തു, അതായത് I ഈക്വൽ ടു 100 എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രിന്റ് എഫ് എന്ന് വെച്ചിട്ട് ആ വാല്യൂ നമ്മളിവിടെ പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഈ സെയിം സാധനം തന്നെ നമുക്ക് എന്ത് വെച്ചിട്ട് ചെയ്യാം? നമുക്ക് ഇവിടെ തന്നെ പെർസെൻറ്റേജ് ഐക്ക് പകരം പെർസെൻറ്റേജ് ഡി പറഞ്ഞു കൊടുക്കാം. നമ്മളൊന്ന് കമ്പയർ ചെയ്യാം, എററില്ല, റൺ ചെയ്തു, നമുക്ക് സെയിം ഔട്ട്പുട്ട് കിട്ടി. ദ വാല്യൂ ഓഫ് I ഈക്വൽ ടു 100. ഓക്കെ, ഈ നമ്മൾ വേറൊരു വാല്യൂ കൂടെ അതിൽ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, ഇൻറ്റ് I എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറൊരു വാല്യൂ കൂടെ, ഞാൻ കൊടുക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ജെ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ നമുക്ക് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഈ ജെയിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഐയുടെ പകുതിയാണ്. ജെ ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? 100/2 നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, പക്ഷെ നമുക്ക് അങ്ങനെ ഹാർഡ് കോഡ് നമ്മൾ പറയുന്നില്ല. നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ജെ ഇസ് ഈക്വൽ ടു ഐയുടെ വാല്യൂ എന്താണോ അതിന്റെ പകുതിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തുകൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? ജെ ഇസ് ഈക്വൽ ടു I/2. ഓക്കെ, ഇനി ആ വാല്യൂ എനിക്ക് പ്രിന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ പറയുന്നതാണ് എന്താണ്? എക്സ്പ്രഷൻസ്. ഓക്കെ, അപ്പൊ ജെയിലേക്ക് എന്ത് കിട്ടി? 100/2, ദാറ്റ് ഈസ് 50 കിട്ടി. ഇനി അതിനെ നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ദ വാല്യൂ ഓഫ് ജെ ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി ജെ എന്ന് പറഞ്ഞു. നമ്മളൊന്ന് ബിൽഡ് ആൻഡ് റൺ ചെയ്യാം. എററില്ല, അപ്പൊ നമുക്ക് കിട്ടി, വാല്യൂ കിട്ടി. ദ വാല്യൂ ഓഫ് ജെ ഈക്വൽ ടു 50. ഇനി നമുക്ക് ഇവിടെ തന്നെ ഐയിലുള്ള വാല്യൂ ജെയിലുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഐയിലുള്ള വാല്യൂ ജെയിലുള്ള വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അതിന് നമുക്ക് ഇതൊന്നും കൂടെ കോപ്പി ചെയ്യാം. സോറി, Ctrl+C. ഫസ്റ്റ് നമുക്ക് ജെയുടെ വാല്യൂ ആണ് വേണ്ടത്. ദ വാല്യൂ ഓഫ് I ഈക്വൽ ടു, ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് I. ദ വാല്യൂ ഓഫ് ജെ ഇസ് ഈക്വൽ ടു, ഇതും പറഞ്ഞു കൊടുത്തു, ജെയും പറഞ്ഞു കൊടുത്തു. ഇനി നമ്മളൊന്നുകൂടെ ബിൽഡ് ആൻഡ് റൺ. കണ്ടോ, ദ വാല്യൂ ഓഫ് I ഈക്വൽ ടു 100, ദ വാല്യൂ ഓഫ് ജെ ഇസ് ഈക്വൽ ടു 50 എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാ സെയിം ലൈനിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഒന്ന് ന്യൂ ലൈനിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് /n എന്ന് പറഞ്ഞു സേവ് ചെയ്തിട്ട് ഒന്നുകൂടെ ബിൽഡ് ആൻഡ് റൺ ചെയ്യും. ഇപ്പൊ കണ്ടോ, ദ വാല്യൂ ഓഫ് I ഈസ് ഈക്വൽ ടു 100,
the value of j is equal to 50. ഇപ്പൊ നമ്മളിത് രണ്ട് ലൈനിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇത് രണ്ടും കൂടെ ഒറ്റ ലൈനിൽ കിട്ടും, ഒറ്റ കണ്ടീഷൻ വെച്ചിട്ട്. അതെങ്ങനെ നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതൊന്ന് താഴത്തെ ലൈൻ നമുക്കൊന്ന് കമന്റ് ചെയ്യാം. എന്നിലൂടെ നമുക്ക് പറയാം, ന്യൂ ലൈനിന് ശേഷം നമുക്ക് വീണ്ടും പറയാം ദ വാല്യൂ ഓഫ് j is equal to percentage d or i. നമുക്കിതിൽ ഐ കൊടുക്കാം. ഓക്കെ, കൺഫ്യൂഷൻ വേണ്ട, ഡി തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ദ വാല്യൂ ഓഫ് ഐ ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി. ഇവിടെ നമുക്ക് ഈ വാല്യൂബിളിലേക്ക് നമുക്ക് കിട്ടേണ്ടത് ഐയുടെ വാല്യൂ ആണ്. രണ്ടാമത്തെ കേസ് ദ വാല്യൂ ഓഫ് ജെ നമുക്ക് വേണ്ടത് ജെയുടെ വാല്യൂ ആണ്. ഇവിടെ പോകട്ടിട്ട് നമുക്ക് ജെ എന്ന് പറയാം. ജസ്റ്റ് സേവ് ചെയ്യാം, ബിൽഡ് ചെയ്യാം, റൺ ചെയ്യാം. ഇപ്പോൾ കണ്ടോ, അത് സെയിം ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ദ വാല്യൂ ഓഫ് ഐ ഇസ് ഈക്വൽ ടു 100, the value of j is equal to 50. Okay, അപ്പോൾ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം എന്തൊക്കെ നമ്മൾ പഠിച്ചത്. അതായത് ഫസ്റ്റ് നമ്മൾ ഡിക്ലെയർ പഠിച്ചു, ഡിക്ലറേഷൻ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തു, ഐ കോമ ജെ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തു. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഇനീഷ്യലൈസ് ചെയ്യും. അതായത് ഐ ഈക്വൽ ടു 100 എന്ന് പറഞ്ഞപ്പോൾ വാല്യൂ അസൈൻ ചെയ്തു. ഓക്കെ, തേർഡില് നമ്മൾ എന്ത് ചെയ്തു, ഒരു എക്സ്പ്രഷൻ കൊടുത്തു. അതായത് ഇപ്പൊ കിട്ടിയ ഈ ഐ ജെയുടെ വാല്യൂ എന്താ നമുക്ക് വേണ്ട വെച്ചാല് i/2 എന്നാണ്, i/2 ആക്കി. എന്നിട്ട് നമ്മൾ റൺ ചെയ്യും. ഇനി ഇതേ ഓപ്പറേഷൻ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. ഈ ഐ ഈക്വൽ ടു 100 എന്ന് പറഞ്ഞത് നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. ഓക്കെ, നമ്മളൊന്ന് സേവ് ചെയ്തു, ഒന്ന് ബിൽഡ് ചെയ്തു, ബിൽഡ് ആൻഡ് റൺ കൊടുത്തു. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും സെയിം ഔട്ട്പുട്ട്. ദ വാല്യൂ ഓഫ് ഐ ഈസ് ഈക്വൽ ടു 100, the value of j is equal to 50. Okay, ഇനി ഈ എക്സ്പ്രഷൻസും നമുക്ക് അതേപോലെ എഴുതാം. നമ്മളിവിടെ ഈ കോമ ജെ ഒഴിവാക്കിയതിനു ശേഷം നമ്മളിവിടെ വന്നിട്ട് പറഞ്ഞു ഇൻറ്റ് j is equal to i/2. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഇത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു, നമ്മൾ ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് ഇതിന്റെ എക്സ്പ്രഷൻസ് കൊടുക്കുകയും ചെയ്തു. i/2 എന്ന് പറഞ്ഞിട്ട് വാല്യൂ അസൈൻ ചെയ്യുകയും ചെയ്തു. നമ്മളൊന്നാണ് ബിൽഡ് ആൻഡ് റൺ കൊടുക്കാം. കണ്ടോ, ഇപ്പോഴും നമുക്ക് സെയിം ഔട്ട്പുട്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് പഠിച്ചു, ഇപ്പോ ഇൻറ്റീജർ ടൈപ്പ് എങ്ങനെയൊക്കെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം നമ്മൾ. ഓക്കെ ഗൈസ്.